ഇവിടെ ഈ അമ്മ രാവിലെ മുതൽ രാത്രി വരെ വീട്ടിൽ വെച്ച് തുണി തുന്നുന്നു. അവളുടെ കൈ വേദനിക്കുന്നത് കാരണം അമ്മ ബുദ്ധിമുട്ടുന്നത് കണ്ട് മകൻ ഇപ്പോൾ ഒരു സൈക്കിൾ ട്യൂബ് കൊണ്ടുവന്ന് അത് കെട്ടിയിട്ട് അതിൽ അമ്മയുടെ കൈ വെക്കുന്നു. ഇതുകാരണം അവളുടെ കൈ വേദന കുറഞ്ഞെങ്കിലും പണി കൃത്യമായി ചെയ്യാൻ സാധിക്കാത്തത് കാരണം അവൾ അത് അഴിച്ചു മാറ്റുന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും മകന്റെ പഠിപ്പിന് വേണ്ടി അമ്മ നിർത്താതെ വീട്ടിൽ ഒരു തൊഴിൽ ചെയ്യുന്നു. അമ്മക്ക് വേണ്ടി എന്തെങ്കിലും താൻ ചെയ്തു കൊടുക്കണമെന്ന് കരുതി ഒരു ദിവസം അവൻ സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് അതിന്റെ ചെയിൻ അഴിഞ്ഞു പോകുന്നു. അത് നന്നാക്കാൻ നോക്കിയപ്പോഴാണ് അവനൊരു ഐഡിയ കിട്ടിയത്. കുഞ്ഞു പ്രായത്തിൽ തന്നെ ഇലക്ട്രോണിക്സിൽ താല്പര്യമുണ്ടായിരുന്ന ഒരു പയ്യനാണെങ്കിൽ അവന്റെ അറിവ് വെച്ച് ഒരു ചെറിയ മെഷീൻ കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. കയ്യിൽ പണമില്ലാത്തത് കാരണം പുറത്തുനിന്നും കടം വാങ്ങിച്ചവൻ ആ മെഷീൻ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും വർക്ക് ആകുന്നില്ല. ഇതുകാരണം നാട്ടുകാർ അവനെ കളിയാക്കാൻ ആരംഭിക്കുന്നു. ഒരു ദിവസം അമ്മ അവനോട് ഈ മെഷീൻ ഉണ്ടാക്കുന്നതെല്ലാം നിർത്തി നീ ഒരു കല്യാണം കഴിച്ചാൽ അതെനിക്ക് വലിയ ഉപകാരമായിരിക്കുമെന്ന് പറഞ്ഞു. അമ്മക്ക് വേണ്ടി മറുത്തൊന്നും പറയാതെ അവൻ ഒരു കല്യാണവും കഴിച്ചു. അങ്ങനെ കുറച്ചുനാൾ എല്ലാം മറന്ന് അവൻ സന്തോഷത്തോടെ ജീവിച്ചെങ്കിലും അവന്റെ ഭാര്യയും ഇപ്പോൾ ആ ഒരു ജോലി ചെയ്യാൻ ആരംഭിച്ച് അവളുടെ കൈക്കും ഇപ്പോൾ ഒരു വേദന വരുന്നു. വീണ്ടും അവർ മെഷീൻ കണ്ടുപിടിക്കാൻ അവൻ ശ്രമം ആരംഭിച്ചെങ്കിലും എല്ലാവരുടെയും മുന്നിൽ വെച്ച് അത് വീണ്ടും പാളിപ്പോയി. കടം വാങ്ങി ആകെ പെട്ടുപോയവൻ ഇപ്പോൾ ബുദ്ധിമുട്ടുന്നത് കണ്ട് അവന്റെ ഭാര്യ അവളുടെ ആഭരണങ്ങൾ ഭർത്താവിനെ വിശ്വസിച്ച് അവന്റെ കയ്യിൽ കൊടുക്കുന്നു. നാട്ടിൽ വെച്ച് സമാധാനത്തോടെ ആ പണിയെടുക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയവൻ ഭാര്യയെ കൂട്ടി മറ്റൊരു സ്ഥലത്തേക്ക് ചെന്ന് ആ മെഷീൻ പണിയാൻ നോക്കുന്നു. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞ് അവർ കണ്ടെത്തിയ മെഷീനുമായി അവൻ നാട്ടിലേക്ക് തിരിച്ചെത്തി. ഈ സമയവും നാട്ടുകാർ അവനെ കാര്യമാക്കാതെ അവനെ കളിയാക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ഇത്തവണ അവൻ കണ്ടെത്തിയ ഒരു മെഷീൻ വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നത് കണ്ട് എല്ലാവരുടെയും കണ്ണു തള്ളുന്നു.